യെഹെസ്കേൽ 40-ാം അധ്യായം 1 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങളുടെ പ്രവാസത്തിന്റെ 25-ാം ആണ്ടിന്റെ ആരംഭത്തെങ്കിൽ 10-ാം തീയതി നഗരം പിടിക്കപ്പെട്ടതിന്റെ 14-ാം ആണ്ടിൽ അന്നേ തീയതി തന്നെ യഹോവയുടെ കൈ എന്റെ മേൽ വന്ന് എന്നെ അവിടേക്ക് കൊണ്ടുപോയി. ദിവ്യദർശനങ്ങളിൽ അവൻ എന്നെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുചെന്ന് ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിന്മേൽ നിർത്തി. അതിന്മേൽ തെക്കുമാറി ഒരു നഗരത്തിന്റെ രൂപം പോലെ ഒന്ന് കാണാനുണ്ടായിരുന്നു. അവൻ എന്നെ അവിടെ കൊണ്ടുചെന്നു. അവിടെ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ കാഴ്ചയ്ക്ക് താമ്രം പോലെയായിരുന്നു. അവന്റെ കയ്യിൽ ഒരു ചണച്ചരടും അളവുദണ്ഡവും ഉണ്ടായിരുന്നു. അവൻ പടിവാതിക്കൽ നിന്നു. ആ പുരുഷൻ എന്നോട്, മനുഷ്യപുത്ര, നീ കണ്ണുകൊണ്ട് നോക്കി ചെവി കൊണ്ട് കേട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ പോകുന്ന എല്ലാറ്റിലും ശ്രദ്ധ വെക്കുക. ഞാൻ അവ നിനക്ക് കാണിച്ചു തരുവാനായിട്ടാകുന്നു നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നീ കാണുന്നതൊക്കെയും ഇസ്രായേൽ ഗൃഹത്തോട് അറിയിക്ക എന്ന് കൽപ്പിച്ചു. എന്നാൽ ആലയത്തിന് പുറമെ ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു. ആ പുരുഷന്റെ കയ്യിൽ 6 മുഴം നീളമുള്ള ഒരു അളവുദണ്ഡും ഉണ്ടായിരുന്നു. മുഴമോ 1 മുഴവും 4 വിരലും അത്രേ. അവൻ മതിലിൽ അളന്നു. വീതി 1 ദണ്ഡും ഉയരം 1 ദണ്ഡു. പിന്നെ അവൻ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തെങ്കിൽ ചെന്ന് അതിന്റെ പതനങ്ങളിൽ കയറി ഗോപുരത്തിന്റെ ഉമ്മരപ്പടി അളന്നു. അതിന്റെ വീതി 1 ദണ്ഡും മറ്റു ഉമ്മരപ്പടിയുടെ വീതിയും 1 ദണ്ഡു. ഓരോ മാടത്തിനും 1 ദണ്ഡു നീളവും 1 ദണ്ഡു വീതിയും ഉണ്ടായിരുന്നു. മാടങ്ങൾ തമ്മിൽ 5 മുഴം അകന്നിരുന്നു. ഗോപുരത്തിന്റെ ഉമ്മരപ്പടി അകത്ത് ഗോപുരത്തിന്റെ പൂമുഖത്തിനരികെ 1 ദണ്ഡായിരുന്നു. അവൻ ഗോപുരത്തിന്റെ പൂമുഖം അകത്ത് വശം അളന്നു. 1 ദണ്ഡു. അവൻ ഗോപുരത്തിന്റെ പൂമുഖം അളന്നു. അത് 8 മുഴവും അതിന്റെ കട്ടളക്കാലുകൾ 2 മുഴവും ആയിരുന്നു. ഗോപുരത്തിന്റെ പൂമുഖം അകത്തോട്ടായിരുന്നു. കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിന്റെ മാടങ്ങൾ ഇപ്പുറത്തും 3 അപ്പുറത്തും 3 ആയിരുന്നു. 3 ഒരേ അളവും ഇപ്പുറത്തും അപ്പുറത്തും ഉള്ള കട്ടളക്കാലുകൾക്ക് ഒരേ അളവുമായിരുന്നു. അവൻ ഗോപുര പ്രവേശനത്തിന്റെ വീതി അളന്നു 10 മുഴം. ഗോപുരത്തിന്റെ നീളം അളന്നു 13 മുഴം. മാടങ്ങളുടെ മുമ്പിൽ ഇപ്പുറത്ത് 1 മുഴമുള്ള ഒരു അതിരഴിയും അപ്പുറത്ത് 1 മുഴമുള്ള അതിരഴിയും ഉണ്ടായിരുന്നു. ഇപ്പുറത്തും അപ്പുറത്തും ഓരോ മാടവും 6 മുഴമുള്ളതായിരുന്നു. അവൻ ഒരു മാടത്തിന്റെ മേൽപ്പുര മുതൽ മറ്റേ അറ്റത്തിന്റെ മേൽപ്പുര വരെ അളന്നു. വാതിലോട് വാതിൽ 25 മുഴമായിരുന്നു. അവൻ പൂമുഖം അളന്നു 20 മുഴം. ഗോപുരത്തിന്റെ മാടങ്ങൾ ചുറ്റും പ്രകാരത്തിലേക്ക് തുറന്നിരുന്നു. പ്രവേശന വാതിലിന്റെ മുൻഭാഗം തുടങ്ങി അകത്തെ വാതിക്കലെ പൂമുഖത്തിന്റെ മുൻഭാഗം വരെ 50 മുഴമായിരുന്നു. ഗോപുരത്തിനും പൂമുഖത്തിനും അകത്തേക്ക് ചുറ്റിലും മാടങ്ങളിലും ഇടത്തൂണുകളിലും അഴിയുള്ള ജാലകങ്ങൾ ഉണ്ടായിരുന്നു. ആ ജാലകങ്ങൾ അകത്ത് ചുറ്റുമുണ്ടായിരുന്നു. ഓരോ ഇടത്തൂണിന്മേലും ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. പിന്നെ അവൻ എന്നെ പുറത്തെ പ്രകാരങ്ങളിലേക്ക് കൊണ്ടുചെന്നു. അവിടെ പ്രകാരത്തിന് ചുറ്റും മണ്ഡപങ്ങളും ഓരോ കൽത്തളവും ഉണ്ടായിരുന്നു. കൽത്തളത്തെങ്കിൽ 30 മണ്ഡപവും ഉണ്ടായിരുന്നു. കൽത്തളം ഗോപുരങ്ങളുടെ നീളത്തിനൊത്തവണ്ണം ഗോപുരങ്ങളുടെ പാർശ്വത്തിലായിരുന്നു. അത് താഴത്തെ കൽത്തളം. പിന്നെ അവൻ താഴത്തെ ഗോപുരത്തിന്റെ മുൻഭാഗം മുതൽ അകത്തെ പ്രകാരത്തിന്റെ പുറത്തെ മുൻഭാഗം വരെയുള്ള അകലം അളന്നു. കിഴക്കോട്ടും വടക്കോട്ടും 100 മുഴമായിരുന്നു. വടക്കോട്ട് ദർശനമുള്ള പുറത്തെ പ്രകാര ഗോപുരത്തിന്റെ നീളവും വീതിയും അവൻ അളന്നു. അതിന്റെ മാടങ്ങൾ ഇപ്പുറത്ത് 3 അപ്പുറത്ത് 3 ആയിരുന്നു. അതിന്റെ ഇടത്തൂണുകളും പൂമുഖവും ഒന്നാമത്തെ ഗോപുരത്തിന്റെ അളവ് പോലെ ആയിരുന്നു. അതിന്റെ നീളം 50 മുഴവും വീതി 25 മുഴവുമായിരുന്നു. അതിന്റെ ജാലകങ്ങളും പൂമുഖവും ഈന്തപ്പനകളും കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിന്റെ അളവ് പോലെയായിരുന്നു. 7 പതനത്താൽ അതിലേക്ക് കയറാം. അതിന്റെ പൂമുഖം അതിന്റെ അകത്തു ഭാഗത്തായിരുന്നു. അകത്തെ പ്രകാരത്തിന് വടക്കോട്ടും കിഴക്കോട്ടുമുള്ള ഗോപുരത്തിന് നേരെ ഒരു ഗോപുരമുണ്ടായിരുന്നു. ഒരു ഗോപുരം മുതൽ മറ്റേ ഗോപുരം വരെ അവൻ അളന്നു 100 മുഴം. പിന്നെ അവൻ എന്നെ തെക്കോട്ട് കൊണ്ടുചെന്നു. തെക്കോട്ടൊരു ഗോപുരം, അതിന്റെ ഇടത്തൂണുകളും പൂമുഖവും അവൻ ഈ അളവ് പോലെ തന്നെ അളന്നു. ആ ജാലകങ്ങൾ പോലെ ഇതിനും അതിന്റെ പൂമുഖത്തിനും ചുറ്റും ജാലകങ്ങൾ ഉണ്ടായിരുന്നു. നീളം 50 മുഴവും വീതി 25 മുഴവും ആയിരുന്നു. അതിലേക്ക് കയറുവാൻ 7 പതനം ഉണ്ടായിരുന്നു. അതിന്റെ പൂമുഖം അതിന്റെ അകത്തു ഭാഗത്തായിരുന്നു.
അതിന്റെ ഇടത്തൂണുകളിന്മേൽ ഈന്തപ്പനകൾ ഇപ്പുറത്തൊന്നും അപ്പുറത്തൊന്നും ഉണ്ടായിരുന്നു. അകത്തെ പ്രകാരത്തിന് തെക്കോട്ട് ഒരു ഗോപുരമുണ്ടായിരുന്നു. തെക്കോട്ടൊരു ഗോപുരം മുതൽ മറ്റേ ഗോപുരം വരെ അവൻ അളന്നു 100 മുഴം. പിന്നെ അവൻ തെക്കേ ഗോപുരത്തിൽ കൂടി എന്നെ അകത്തെ പ്രകാരത്തിൽ കൊണ്ടുചെന്നു. അവൻ തെക്കേ ഗോപുരവും ഈ അളവ് പോലെ തന്നെ അളന്നു. അതിന്റെ മാടങ്ങളും ഇടത്തൂണുകളും പൂമുഖവും ഈ അളവ് പോലെ തന്നെ ആയിരുന്നു. അതിന്റെ പൂമുഖത്തിനും ചുറ്റും ജാലകങ്ങൾ ഉണ്ടായിരുന്നു. അത് 50 മുഴം നീളവും 25 മുഴം വീതിയും ഉള്ളതായിരുന്നു. പൂമുഖങ്ങൾ ചുറ്റും 25 മുഴം നീളവും 5 മുഴം വീതിയും ഉള്ളവയായിരുന്നു. അതിന്റെ പൂമുഖം പുറത്തെ പ്രകാരത്തിന്റെ നേരെ ആയിരുന്നു. അതിന്റെ ഇടത്തൂണുകളിൽ മേൽ ഈന്തപ്പനകൾ ഉണ്ടായിരുന്നു. അതിലേക്ക് കയറുവാൻ 8 പതനം ഉണ്ടായിരുന്നു. പിന്നെ അവൻ എന്നെ കിഴക്ക് അകത്തെ പ്രകാരത്തിലേക്ക് കൊണ്ടുചെന്നു. അവൻ ഗോപുരത്തെ ഈ അളവ് പോലെ തന്നെ അളന്നു. അതിന്റെ മാടങ്ങളും ഇടത്തൂണുകളും പൂമുഖം ഈ അളവ് പോലെ തന്നെ ആയിരുന്നു. അതിന്റെ പൂമുഖത്തിനും ചുറ്റും ജാലകങ്ങൾ ഉണ്ടായിരുന്നു. അത് 50 മുഴം നീളവും 25 മുഴം വീതിയും ഉള്ളതായിരുന്നു. അതിന്റെ പൂമുഖം പുറത്തെ പ്രകാരത്തിന് നേരെ ആയിരുന്നു. അതിന്റെ ഇടത്തൂണുകളിന്മേൽ ഇപ്പുറത്തും അപ്പുറത്തും ഈന്തപ്പനകൾ ഉണ്ടായിരുന്നു. അതിലേക്ക് കയറുവാൻ 8 പതനം ഉണ്ടായിരുന്നു. പിന്നെ അവൻ എന്നെ വടക്കേ ഗോപുരത്തെങ്കിലേക്ക് കൊണ്ടുചെന്നു. ഈ അളവ് പോലെ തന്നെ അതും അളന്നു. അവൻ അതിന്റെ മാടങ്ങളും ഇടത്തൂണുകളും പൂമുഖവും അളന്നു. ചുറ്റും അതിന് ജാലകങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ നീളം 50 മുഴവും വീതി 25 മുഴവും ആയിരുന്നു. അതിന്റെ പൂമുഖം പുറത്തെ പ്രകാരത്തിന് നേരെ ആയിരുന്നു. ഇടത്തൂണുകളിന്മേൽ ഇപ്പുറത്തും അപ്പുറത്തും ഈന്തപ്പനകൾ ഉണ്ടായിരുന്നു. അതിലേക്ക് കയറുവാൻ 8 പതനം ഉണ്ടായിരുന്നു. അവിടെ ഒരു അറയുണ്ടായിരുന്നു. അതിലേക്കുള്ള പ്രവേശനം ഗോപുരത്തിന്റെ പൂമുഖത്തിൽ കൂടിയായിരുന്നു. അവിടെ അവർ ഹോമയാഗം കഴുകും. ഗോപുരത്തിന്റെ പൂമുഖത്ത് ഇപ്പുറത്ത് 2 മേശയും അപ്പുറത്ത് 2 മേശയും ഉണ്ടായിരുന്നു. അവയുടെ മേൽ ഹോമയാഗവും പാപയാഗവും അകൃത്യയാഗവും അറക്കും. ഗോപുര പ്രവേശനത്തെങ്കിൽ കയറുമ്പോൾ പുറമേ വടക്ക് വശത്ത് 2 മേശയും പൂമുഖത്തിന്റെ മറുവശത്ത് 2 മേശയും ഉണ്ടായിരുന്നു. ഗോപുരത്തിന്റെ പാർശ്വഭാഗത്ത് ഇപ്പുറത്ത് 4 അപ്പുറത്ത് 4 ഇങ്ങനെ 8 മേശയുണ്ടായിരുന്നു. അവയുടെ മേൽ അവർ യാഗങ്ങളെ അറക്കും. ഹോമയാഗത്തിനുള്ള 4 മേശയും ചെത്തിയ കല്ലുകൊണ്ട് 1.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1 മുഴം ഉയരവുമായി ഉണ്ടാക്കിയിരുന്നു. അവയുടെ മേൽ അവർ ഹോമയാഗവും ഹനനയാഗവും അറപ്പാനുള്ള ആയുധങ്ങളും വെക്കും. അകത്ത് ചുറ്റിലും 4 വിരൽ നീളമുള്ള കൊളുത്തുകൾ തറച്ചിരുന്നു. എന്നാൽ മേശകളുടെ മേൽ നിവേദ്യ മാംസം വെക്കും. അകത്തെ ഗോപുരത്തിന് പുറത്ത് അകത്തെ പ്രകാരത്തിൽ തന്നെ 2 മണ്ഡപം ഉണ്ടായിരുന്നു. ഒന്ന് വടക്കേ ഗോപുരത്തിന്റെ പാർശ്വത്ത് തെക്കോട്ട് ദർശനമുള്ളതായിരുന്നു. മറ്റേത് തെക്കേ ഗോപുരത്തിന്റെ പാർശ്വത്ത് വടക്കോട്ട് ദർശനമുള്ളതായിരുന്നു. അവൻ എന്നോട് കൽപ്പിച്ചത്, തെക്കോട്ട് ദർശനമുള്ള ഈ മണ്ഡപം ആലയത്തിന്റെ വിചാരകരായ പുരോഹിതന്മാർക്കുള്ളത്. വടക്കോട്ട് ദർശനമുള്ള മണ്ഡപം യാഗപീഠത്തിന്റെ വിചാരകരായ പുരോഹിതന്മാർക്കുള്ളത്. ഇവർ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് അടുത്ത് ചെല്ലുന്ന ലേവ്യരിൽ സാദോകിന്റെ പുത്രന്മാരാകുന്നു. അവൻ പ്രകാരത്തെ അളന്നു. അത് 100 മുഴം നീളവും 100 മുഴം വീതിയും ഇങ്ങനെ ചതുർശ്രമായിരുന്നു. യാഗപീഠമോ ആലയത്തിന്റെ മുൻവശത്തായിരുന്നു. പിന്നെ അവൻ എന്നെ ആലയത്തിന്റെ പൂമുഖത്ത് കൊണ്ടുചെന്നു. അവന് പൂമുഖത്തിന്റെ മുറിച്ചുവർ അളന്നു. ഇപ്പുറത്തുള്ളതും 5 മുഴം അപ്പുറത്തുള്ളത് 5 മുഴം. മുറിച്ചുവരന്റെ വീതിയോ ഇപ്പുറത്ത് 3 മുഴവും അപ്പുറത്ത് 3 മുഴവും ആയിരുന്നു. പൂമുഖത്തിന്റെ നീളം 20 മുഴം, വീതി 12 മുഴം. അതിലേക്ക് കയറുവാനുള്ള പതനം 10. മുറിച്ചുവരുകൾക്ക് അരികെ ഇപ്പുറത്തൊന്നും അപ്പുറത്തൊന്നുമായി തൂണുകൾ ഉണ്ടായിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ.